ഇത്തിരി ദൂരം യാത്ര ചെയ്ത അവശതയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ട് എന്നെ പോലെ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. കാറിലോ ബസ്സിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഛർദ്ദിച്ച് വശക്കേടാവുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ എന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നേർച്ച കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ മറക്കുമല്ലോ. അങ്ങനെ അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഭരണങ്ങാനത്തും അതുപോലെ തന്നെ അരുവിത്തുറ വല്യച്ഛൻ്റെ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലൊക്കെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. പോയ ദിവസത്തെ വ്ളോഗാണ്. കുറച്ച് ദിവസങ്ങളായി ഇത് എടുത്തു വെച്ചിട്ട്, പക്ഷെ പോയി വന്ന ശേഷം ഭയങ്കര ക്ഷീണവും ശരീരം വേദനയും കഫക്കെട്ട് ചുമ പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, എൻ്റെ ആ ഒരു ശബ്ദം വന്നിട്ടില്ല. ഇപ്പോഴും പയ്യെ പയ്യെ റെഡിയായി വരും. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. വോയിസ് കൊടുക്കാനുള്ള ഒരു ആംബിയർ ഇല്ല. പിന്നെ കണ്ണിലൊരു കുരു വന്നിട്ടാണെങ്കിൽ ഭയങ്കര വേദനയും. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ഞാൻ അതങ്ങ് വോയിസ് കൊടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിതാ പോവാണ് കേട്ടോ. ഞാനും ഏട്ടനും പിള്ളേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര ഗംഭീര യാത്രയൊന്നും അല്ല. ഭരണങ്ങാനം അറിയാമല്ലോ, കോട്ടയത്താണ് അൽഫോൺസാമ്മയുടെ പള്ളിയിൽ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അരുവിത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വല്യച്ഛൻ്റെ പള്ളി, ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളി, അവിടെ ഈ രണ്ട് സ്ഥലത്തുമാണ് നമുക്ക് നേർച്ചയുള്ളത്. കുട്ടികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ നേർച്ച നേരുമല്ലോ. നമ്മൾ അടിമ കഴിച്ചേക്കാം, രോഗങ്ങൾ വരരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നേർച്ച നേരും. നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ചിരിച്ച് കളിച്ച് പോകുന്ന സന്തോഷമൊന്നും കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്കറിയാം, ഞാൻ മാക്സിമം പോയാൽ ഒരു എടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലക്കൊരു പിമ്പിരിയാണ്. കാറിന് പോവുകയാണെങ്കിൽ, ബൈക്കിന് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഭൂമിയുടെ അറ്റം വരെ പോയിട്ട് വരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല ബൈക്കിന് പോവുകയാണെങ്കിൽ. പക്ഷേ കാറ് അതുപോലെ ബസ് ഈ അടച്ചു പൂട്ടിയിട്ടൊക്കെ പോകുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒരു തവണ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് സ്നേഹമുള്ള ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ടാബ്ലറ്റ് കഴിച്ചിട്ട് പോയാലും മാക്സിമം കൂടിപ്പോയാൽ കടവന്ത്ര അല്ലെങ്കിൽ പാലാരിവട്ടം അവിടെ എത്തുമ്പോഴത്തേനും ഞാൻ വാളുവയ്ക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സമയം ബസ്സിലൊക്കെ ഇപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അടിച്ചു പൊളിച്ചാണ് പോകുന്നത്, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചാൽ പോകുന്നതെങ്കിൽ ഇരിക്കണ്ടല്ലോ. അങ്ങനെ തുള്ളി കളിച്ച് പോകുമ്പോൾ വലിയ വിഷയമോ കാര്യങ്ങളൊന്നുമില്ല, അപ്പോഴൊന്നും വൊമിറ്റ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴേക്കും നമ്മൾ വൊമിറ്റ് ചെയ്യും. അപ്പം ഞാൻ തലോണിയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ അവിടം വരെ എത്തുമ്പോഴത്തേനും പഞ്ഞിപ്പതൊക്കെ ആവുമെന്ന് അറിയാം. അപ്പോൾ ഇടയ്ക്ക് വെച്ചതാ ഛർദിൽ തുടങ്ങി, ഛർദിച്ച് ഒരു വിധത്തിലായിട്ടുണ്ട് ഏട്ടൻ. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകാണ്. നല്ല ചൂടും നല്ല വെയിലുമാണ് കേട്ടോ. അപ്പം ഞാൻ തലോണിയൊക്കെ വെച്ച് ജോക്കൂട്ടൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികളാണെങ്കിലും അവർക്കാണെങ്കിലും വയ്യാണ്ടാവുമല്ലോ. പക്ഷെ അവർ രണ്ടുപേരും വൊമിറ്റ് ചെയ്തില്ല, ഏട്ടനും വൊമിറ്റ് ചെയ്തില്ല. ഛർദിച്ച് എനിക്ക് മതിയായപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പുറത്തുനിന്ന് കുറച്ച് കാറ്റ് കൊള്ളാൻ ചേട്ടാന്ന് പറഞ്ഞ്. ഏത് സ്ഥലമാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതിൽ കൂടി കാഞ്ഞിരമറ്റം ബസ്സൊക്കെ പോകുന്നുണ്ട്, ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടെ പോയി ഞങ്ങൾ അവസാനം ഇരുന്നു. എൻ്റെ മുടിയുടെ സ്റ്റൈലൊന്നും നോക്കണ്ട കേട്ടോ, എനിക്ക് വയ്യ. എനിക്ക് അത്രയും ഛർദിച്ച് ഞാൻ അങ്ങ് അവശതയായിട്ട് എനിക്കിപ്പം കാണുമ്പോൾ ചിരി വരണം. അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ മോൾ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും വ്ളോഗായിട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തോ. കുറേയൊക്കെ ഞാൻ അവിടെ കിടക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എടുക്കും. പക്ഷേ പള്ളികളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഉഷാറാണ്. കുർബാനയൊക്കെ കൂടിയപ്പോഴത്തേനും ഒന്ന് സെറ്റായി. തിരിച്ച് ഈ കാറിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേനും പിന്നെയും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല, മെഡിസിൻ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ശരിയാണ്, ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇങ്ങനെ തന്നെ കളിയിലും ചിരിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഞാൻ തലോണിയിട്ട് അവിടെ കിടപ്പായിട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നേരെ ഇരുന്നാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉറങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കണ്ടിന്യൂസ് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പിള്ളേർ കാറിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ നിങ്ങൾ എന്തെടുക്കുക, അവർ സേഫാണോ, വണ്ടി മര്യാദക്ക് ഓടിക്കുന്നുണ്ടോ, ഏട്ടന് ഉറങ്ങി പോകണുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമുക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കിടക്കുന്ന സൈഡായി വെയിൽ. അപ്പോൾ ഞാൻ കർച്ചീഫൊക്കെ എടുത്ത് മുഖത്തിട്ടിട്ട് അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വൊമിറ്റ് ചെയ്ത് പോയിട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിനാണ് മക്കൾ രണ്ടുപേരും, അല്ലെങ്കിൽ അവരും എന്നെ പോലെ തന്നെയാണ്, അവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച അവശതയും. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ ഫോട്ടോസും ഫോട്ടോ ഫ്രെയിംസും ഓൾട്ടറും അതുപോലെ തന്നെ നടയും പിന്നെ രൂപങ്ങളൊക്കെ സ്റ്റാച്യൂസൊക്കെ വെക്കില്ലേ വിശുദ്ധന്മാരുടെയും ഈശോൻ്റെയൊക്കെ, അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഫോട്ടോ മേടിക്കണം. അതായത് നമുക്ക് ഹോളിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ കിച്ചണിൽ വെക്കാനായിട്ട്
ഒരു നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ മേടിക്കണം. വിചാരിച്ചിരുന്നത് ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതാ ഈ ഭരണങ്ങാനം വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിക്കോളൂ. അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പം ഞങ്ങൾ മേടിച്ചത് ഈ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പം നമുക്കത് അവരവിടെ നിന്ന് അതിൻ്റെ ആ ഒരു കവറൊക്കെ പൊട്ടിച്ച് കാണിച്ചു തന്നു. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രൂപങ്ങളൊക്കെ മേടിക്കുന്നത്, ഫോട്ടോസ് മേടിക്കുന്നത്. വീട് അലങ്കരിക്കാനും നമുക്ക് അതുപോലെ പ്രാർത്ഥിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. ഇവിടെ കണ്ടത് അൽഫോൺസാമ്മയുടെ അന്തോണീസ് പുണ്യാളൻ്റെ, അതുപോലെ തന്നെ ഒത്തിരി രൂപങ്ങൾ അൽഫോൺസാമ്മയുടെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് പറഞ്ഞാൽ ഏത് വിശുദ്ധൻ്റെ രൂപമാണെങ്കിലും അവർ നമുക്ക് ചെയ്തു തരും. ഞാനപ്പോൾ എണ്ണി നോക്കായിരുന്നു 12 പേര് ഇതിലുണ്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തെറ്റായിട്ടല്ല, നമ്മളിങ്ങനെ എണ്ണി നോക്കുമല്ലോ. ഈശോൻ്റെ 12 ശിഷ്യന്മാരും ഈശോയും കൂടി ലാസ്റ്റ് സപ്പർ കഴിക്കുന്ന ഒരു പിക്ചറാണ് നമ്മളെടുത്തത്, ഒരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മളെടുത്തത്. അപ്പോൾ ചെന്നാമ്പള്ളിൽ ഫർണിച്ചർ എന്നാണ് ആ നമ്പറൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ചുള്ള രൂപങ്ങളൊക്കെ തയ്യാറാക്കി തരും. പുതുതായിട്ട് വീട് വയ്ക്കുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഓൾട്ടർ എന്നല്ല നടയൊക്കെ അവിടെ ഉണ്ട്. 7000 രൂപ, 4000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് 25,000 രൂപ വരെ വിലയുള്ള അതേപോലെയുള്ള നടകളൊക്കെ അവിടെ ഉണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തു തരും. അതിൽ വെക്കാനുള്ള രൂപങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ സെറ്റാക്കി തരും. നമ്മൾ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് വന്നിറങ്ങുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ്, അൽഫോൺസാമ്മയുടെ പള്ളിയിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വേണം. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. കാറിനകത്തോട്ട് കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഏട്ടനടക്കം പറയും ബൈക്കിന് ഇവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഒരു വിഷയമില്ല. അത് നമ്മളിതാ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളവിടെ എത്തിയത്. അപ്പം നമ്മളവിടെ ചെന്ന് കുർബാനയൊക്കെ കൂടി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് പള്ളിയാണ്, പക്ഷെ അൽഫോൺസാമ്മയുടെ ഖബർ അടക്കിയിരിക്കുന്ന പള്ളിയാണ്. അപ്പം നമ്മളവിടെ ഖബറൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ക്യാമറയൊന്നും വീഡിയോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് പള്ളി. അപ്പം നമ്മൾ ആ സൈഡിൽ ആ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന അങ്ങോട്ട് കയറുമ്പോഴാണ് ഖബർ. അപ്പം നമുക്കവിടെ നേർച്ച ഉണ്ടായിരുന്നു, അടിമ നേർച്ച. അവിടെ നിന്ന് കുറച്ച് ഉണ്ണിയപ്പവും വെളിച്ചെണ്ണയൊക്കെ മേടിച്ചു. അപ്പം നമ്മൾ 4 പേരും അടിമ കഴിച്ചു. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് മേടിച്ച നമ്മുടെ ആ ഫോട്ടോ ഫ്രെയിം ഈശോൻ്റെ ആ ഒരു ഫോട്ടോ ഇല്ലേ, അത് നമ്മൾ വെഞ്ചിരിച്ചിട്ടില്ലല്ലോ, നമുക്കതൊന്ന് അച്ഛനെ കൊണ്ട് വെഞ്ചിരിക്കുക. അപ്പം ഞങ്ങൾ അടിമ കഴിച്ച് ബ്ലെസ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേനും ഈ ഫോട്ടോയും നമ്മൾ അവിടെ അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് നമ്മൾ ഇറങ്ങി. ഈ പള്ളിയുടെ തൊട്ടടുത്തന്നെ സന്ധ്യ എന്ന് പേരുള്ളൊരു സന്ധ്യ എന്നോ ബിന്ദു എന്നോ അങ്ങനെയുള്ള പേരുള്ളൊരു ബേക്കറി ഉണ്ട്. അപ്പം നമ്മൾ ഛർദ്ദിച്ച് കഴിച്ചതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വയറ് കത്താൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഊണ് കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഊണ് വേണ്ട, ഊണ് കഴിച്ചാൽ ഇനി ഛർദ്ദിക്കൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഊണ് വേണ്ട, എനിക്ക് തണുത്ത എന്തെങ്കിലും മതി. കാരണം അത്ര ചൂടും ഛർദ്ദിച്ചിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയും. സത്യം പറഞ്ഞാൽ ഈ തണുത്തത് കഴിച്ചിട്ടാന്ന് തോന്നുന്നു എനിക്ക് തൊണ്ടക്ക് വയ്യാണ്ടായതും പനി വന്നതും. അപ്പം ഞാനും അവനുമാണ് കഴിച്ചത്. ഞങ്ങൾക്ക് രണ്ടുമാണ് വയ്യാണ്ടായത്. അന്നമ്മളൊരു ഷാർജ ഷേക്കാണ് കുടിച്ചത്, അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏട്ടൻ മറ്റേ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസായിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് ഭരണങ്ങാനത്ത് നിന്ന് അരുവിത്തുറ എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ്. ഈ പള്ളിയിലാണ് നമുക്ക് ശരിക്കും ഏട്ടൻ നേർന്നിട്ടുണ്ടായിരുന്നത്. കൊറോണയ്ക്ക് മുന്നേ നേർന്നതാണ്. ജോക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്തോ നേർന്നതാണ്. കുഞ്ഞിനൊരു കുഴപ്പമില്ലാണ്ട് വന്നേക്കാം. വെല്ലിച്ചൻ്റെ പള്ളി എന്നാണ് ഈ പള്ളി അറിയുന്നത്. ഗീവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു തവണ വീട്ടിൽ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെ നേർച്ചക്കടം കിടക്കുന്നത് കൊണ്ടാണോ എന്ന് മനസ്സിലൊരു തോന്നൽ. അപ്പം അതുകൊണ്ട് ഗീവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയാണ്. അപ്പം ഞങ്ങളിതാ അവിടെയും കൂടി വന്നാൽ നേർച്ച അങ്ങോട്ട് കഴിച്ചാൽ നമുക്കൊരു സമാധാനമാണ്. മോനെ അവിടെ കൊണ്ടുവരാമെന്ന് ഓൾട്ടറിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അരുവിത്തുറ വെല്ലിച്ചൻ്റെ പള്ളി. അപ്പോൾ അവിടെ ഒരു വിളക്കെണ്ണയിൽ ഇങ്ങനെ എണ്ണ ധാരകൂരി ഒഴിക്കുന്നൊരു നേർച്ചയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചു. നമുക്കവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അതാ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് ചെന്നെങ്കിലും എന്ത് തിരക്കാണെന്നോ, തിരി കത്തിക്കാനാണെങ്കിലും എണ്ണ ഒഴിക്കാനാണെങ്കിലും. നമ്മൾ ഓരോരുത്തർ മാറും എന്നാൽ ഭയങ്കര തിങ്ങിക്കൂടിയല്ല, ഓരോരുത്തർ മാറുമ്പോൾ അടുത്ത ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ ഇന്ന് കുറേയൊക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് ആവശ്യതയുണ്ട്, പക്ഷെ എന്നാലും പള്ളികളിൽ വരുമ്പോൾ നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ, പള്ളിയിലാണെങ്കിലും ഒരു അമ്പലമുറ്റത്താണെങ്കിലും നമുക്ക് കയറുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ്നെസ്സാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക്
ഭയങ്കര ഒരു ഫീലാണ്. അപ്പം നമ്മൾ ഓൾട്ടറിൽ കയറി അവിടെ ജോക്കുട്ടിനെ കാണിച്ചു. പിന്നെ അവിടെ പുറത്തൊരു ഗ്രോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളുടെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെയ്തിട്ടുള്ളൊരു ഗ്രോട്ടോയാണ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, അപ്പം ഞാനിങ്ങനെ കുറേ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ പറയണ്ട, പോര് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പം ഇത്രയും സ്ഥലത്താണ് നമ്മൾ പോയത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ വിളിച്ചെങ്കിലും ഞാൻ കഴിച്ചില്ല. പറഞ്ഞു വേണ്ട, വീടെത്തിയാൽ മതി എങ്ങനെയെങ്കിലും. പോണ വഴിയും ഞാൻ ഛർദിലാണ്. ഏട്ടനെ എനിക്കൊരു കരിക്കൊക്കെ മേടിച്ച് തന്നു. അതും ഛർദ്ദിച്ച് പോകട്ടോ. പിന്നെ ആ ക്ഷീണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി വേണം കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത്ര വലിയ കരിക്കായിട്ടും കുറച്ച് വെള്ളമെല്ലാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വോമിറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവശത മൂലം പറ്റിയില്ല. പിന്നെ അതാ വയ്യായികയായി, കണ്ണിന് കുരുവും കാര്യങ്ങളും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ചുമ, തൊണ്ടവേദന, പനി, അതൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം വ്ലോഗ് ഇടാൻ കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് ഉടനെ കാണാം. എന്നെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.